ഡോയ്. റിയ കുട്ടി, വെള്ളത്തിൽ കളിക്കാൻ നല്ല സുഖമുണ്ടല്ലേ? ശരി ശരി, കുളിച്ചത് മതി. ഇനി നമുക്ക് വേഗം പോയി ഡ്രസ്സ് മാറാവാ. എടി കള്ളിപ്പാറു, വെള്ളത്തിൽ കളിച്ചത് മതി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചാലേ നല്ല ജലദോഷം പിടിക്കും. എണീറ്റ് വാ, മതി. അച്ഛന്റെ സ്വത്തുമണിയല്ലേ. ബാ, നമുക്ക് വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വേറെ ബൊമ്മ കുട്ടികളൊക്കെ വെച്ച് കളിക്കാം. ഈ വെള്ളത്തിൽ കളിച്ചത് മതിയടാ. എന്റെ ചക്കര മുത്തേ, മതിയടാ. വെള്ളത്തിൽ ഇങ്ങനെ ബൂ ബൂന്നും പറഞ്ഞ് ഇങ്ങനെ മറ്റേ സോപ്പിട്ട് കളിച്ചതൊക്കെ മതി. എനിക്ക് വാ, നമുക്ക് പുകടാ. എന്റെ ഭഗവാനെ, എന്റെ സ്വത്ത് കുട്ടി, ഈ സോപ്പും വെച്ച് കളിച്ചതൊക്കെ മതി. അച്ഛൻ പറഞ്ഞ കേക്കില്ലേ? അതുമല്ലാതെ അച്ഛനെ ഹോസ്പിറ്റലിൽ പോവാൻ സമയമായി. എന്റെ കുട്ടി വേഗം വന്നാലല്ലേ എന്റെ കുട്ടീനെ റെഡിയാക്കി തന്നിട്ട് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ. വാടാ മുത്തുമണി. ഇന്ന് ഐഷു നമ്മുടെ വീട്ടിലുണ്ട്. ഇന്ന് അവളുടെ ഒപ്പം ഇരിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ ഒന്നും നടക്കില്ല എന്നാ തോന്നുന്നു. ഹോസ്പിറ്റലിൽ ഒരു അർജന്റായ പണിയുണ്ട്. പോയി എന്നെ ആവണം. എന്ത് ചെയ്യും? റിയ കുട്ടി, റിയ കുട്ടി കുളിക്കുവാണോ? സർ, എന്താ ഇത്? കുട്ടീനെ കുളിപ്പിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറഞ്ഞാ പോരെ? നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്? അത് കുഴപ്പമില്ല. എപ്പോഴും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ഇന്ന് ഒരു ദിവസം നിങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അല്ല, ഇത്ര ദിവസം നിങ്ങൾ ചെയ്തത് ഓക്കെ, പക്ഷേ ഇപ്പൊ ഞാനുണ്ടല്ലോ, റിയ കുട്ടീനെ ഞാൻ നോക്കുമല്ലോ. എത്ര ദിവസത്തിന്? നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോണ വരിക? എന്താ സർ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് റിയ കുട്ടിനെ കാണാതെ ഇരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. പ്ലീസ്, ഞാൻ പോണ വരെയെങ്കിലും റിയാന്റെ കാര്യത്തില് എന്നെ ഒഴിവാക്കണ്ട. ഐഷു, ഞാൻ നിനക്ക് എങ്ങനെ മനസ്സിലാക്കി തരും? റിയ എൻ്റെ മാത്രം മകളല്ല, നിന്റെയും കൂടെയാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നീ എല്ലാം മറന്നുപോയി. അതൊക്കെ നിനക്ക് എത്രയും പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടെങ്കിലും, എൻ്റെ ജീവൻ തന്നിട്ടെങ്കിലും നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഓർമ്മിപ്പിക്കും. നീ, ഞാൻ, റിയ 3 പേരും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദിവസം വരും. ഓക്കെ ഐഷു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. ഞാൻ പോവാം. റിയാനെ നോക്കിക്കോളൂ. ശരി സർ. റിയ കുട്ടി, അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാട്ടോ. എന്താടാ? സർ, ഞാൻ വിചാരിക്കുന്നത് റിയ കുട്ടി നമ്മ രണ്ടുപേരും കൂടെ ചേർന്ന് അവളെ കുളിപ്പിക്കണം എന്നാണെന്നാ തോന്നുന്നത്. ഐഷു, എന്തിനാ ഐഷു ഇങ്ങനെയൊക്കെ? അല്ലെങ്കിലേ നിന്നെ കാണുമ്പോ തന്നെ എന്റെ മൈൻഡൊക്കെ വേറെ എവിടേക്കൊക്കെയോ ആണ് പോകുന്നത്. ഇതില് നിന്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല. ആദ്യം ഇറങ്ങട്ടെ. എന്താ സർ, ഒരു 5 മിനിറ്റ് അല്ലേ? റിയാനെ കുളിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പൊയ്ക്കോളൂ. 5 മിനിറ്റാ? ഈ 5 മിനിറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കല്ലേ അറിയുള്ളൂ. കയ്യും കാലും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആവശ്യമില്ലാതെ കാട്ടിക്കൂട്ടും. വേണ്ട, പിന്നെ എന്തിനാണ്? അന്നൊരു ദിവസം അറിയാതെ അവളെ കെട്ടിപ്പിടിച്ചതിന് എന്നെ വൃത്തികെട്ടവനെ പോലെയാണ് കാണുന്നത്. ഇനിയിപ്പോ ഇന്നെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവള് നമ്മളെ തെണ്ടിന്ന് കൺഫേം ചെയ്യും. അതിനേക്കാളും നല്ലത് ആദ്യം ഇവിടുന്ന് സ്ഥലം വിടാം. റിയ കുട്ടി, അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ വരാട്ടോ. റിയ മോളെ, വേണ്ടടാ, അച്ഛനെ ഒന്ന് മനസ്സിലാക്കടാ. நான் நல்லா பண்றனோ இல்லையோ, ஆனா நீ நல்லா பண்ற. ഷോ, ഈ റിയ കുട്ടിന്റെ ഒരു കാര്യം, എന്റെ ഡ്രസ്സ് മുഴുവനും നനച്ചു. ഇനിയിപ്പോ വേറെ ഡ്രസ് ഇട്ടിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോണം. എന്താ എന്താ ഇവിടെ? അയ്യോ സർ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? റിയാന്റെ ഡ്രസ്സൊക്കെ ഇവിടെയല്ലേ ഉള്ളത്, അത് എടുക്കാൻ വേണ്ടി വന്നതാ. ഷോ, ഇവിടെ ഒരു കാര്യം, മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടിയിട്ട്. ശരി ശരി, വേഗം എടുത്തിട്ട് പോ. ശരി സർ.
സോറി സർ, ഇടി പൊട്ടിയപ്പോ അറിയാതെ. മനസ്സിലായി, കുഴപ്പമില്ല. ഓക്കെ സർ, ഞാൻ റിയാന്റെ അടുത്തിരിക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ചെയ്യണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞങ്ങൾ അടുത്തൊരു സൂപ്പറായ വീഡിയോയിൽ നിങ്ങളെ വന്ന് കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.